ആ കല്യാണച്ചക്ക ഇവിടെ ഉണ്ടല്ലോ. കല്യാണച്ചക്കൻ തന്നെയല്ലേ? ആണല്ലേ. എവിടെ ഉപ്പ? ഉപ്പാനൊരു കത്ത് കിട്ടി, സ്നേഹപൂർവ്വം ഒരു സ്നേഹാലയത്തിലേക്ക് വിളിക്കുന്ന ഒരു കൈയെഴുത്ത്. അത് അപ്പൊ ഞങ്ങൾ അതൊന്ന് നോക്കാൻ വേണ്ടി വന്ന എവിടെ ഉപ്പ? ആ എടത്തി കല്യാണമൊക്കെ കല്യാണങ്ങൾ ഇതാ ഈ രീതിയിൽ കയറിയിരിക്കുക. കല്യാണങ്ങൾ ഏതാണ്ട് ഇതാ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനി 2-3 ദിവസങ്ങൾ ബാക്കിയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ മകൻ മുഹമ്മദ് ആഷിഖ് വിവാഹിതനാകുകയാണ്. പോലൂർ ചെറോത്ത് അബ്ദുൽ റഷീദ് എന്നവരുടെ മകൾ ഹന്ന ഫാത്തിമയാണ് വധു. വിവാഹത്തോടനുബന്ധിച്ച് 4/2/2024 ഞായർ വൈകി 4 മണി മുതൽ ഞങ്ങൾ ഒരുക്കുന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കുകൊള്ളാൻ താങ്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ സ്നേഹാലയത്തിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പി ഷൗക്കത്ത് അലി, ആയിഷ ഷൗക്കത്ത്. സ്നേഹപൂർവ്വം ഷമീർ, നസീമ ഷമീർ, ഹനീഫ, ആഷിമ ആൻഡ് ആഷിഖ്. പിലാശ്ശേരി പാലോറമ്മൽ സ്നേഹാലയത്തിൽ ഷൗക്കത്ത് അലിഖാൻ്റെ പുള്ളിയുടെ മകൻ്റെ കല്യാണക്കത്താണ്. സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കല്യാണക്കത്ത്. അതാണിപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായതല്ലേ. കല്യാണച്ചക്കൻ ആഷിഖ് അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊന്ന് പോസ്റ്റ് ചെയ്തതാണ്. അവൻ്റെ പേജ് ഹിറ്റാക്കാൻ വേണ്ടി ചെയ്താന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ആളുകളൊക്കെ പക്ഷെ നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളാണ് അല്ല, ഹാൻഡ് റൈറ്റിംഗ് അത്ര വലിയ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ സാധാരണ ആളുകൾ ചെയ്യാത്തൊരു സംഭവമാണ്, അതുകൊണ്ടായിരിക്കാം ഹിറ്റായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ്, പുതുതലമുറക്ക് ആ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇപ്പം നേരത്തെയും കല്യാണക്കത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആളുകളൊക്കെ എന്തായിരുന്നു പറയാറ്? നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പൊ ഈ കല്യാണക്കത്ത് കൊടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കല്യാണക്കത്ത് സ്റ്റോക്ക് നേരത്തെ വെച്ച് ഫയൽ ചെയ്ത് കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പല ആളുകളും പറഞ്ഞു 3 എണ്ണവും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. 20 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ഇത് 4ാമത്തെ ഫംഗ്ഷനാണ് ഞാൻ എഴുതുന്നത്. ശരിക്കും നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു അടുപ്പം തോന്നൂല്ലേ? നമ്മളെടുത്ത് ഒരാൾ എഴുതി പറയുന്നതും പ്രിന്റ് ചെയ്ത് വരുന്നതും രണ്ടാണ്. അത് തന്നെ എൻ്റെ മനസ്സിൽ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി. ഞാൻ എഴുതി നിങ്ങൾക്ക് തരുമ്പോൾ നേരിട്ട് എഴുതും പോലെ നിങ്ങളോട് പറയും പോലെയുള്ള, ഇനി അഥവാ നേരിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾ മുഖാന്തരം കൊടുക്കുകയാണെങ്കിലും അത് നമ്മൾ നേരിട്ട് കൊടുക്കും പോലെ ആവും എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആഷിക്കേ ഒന്ന് വാ. ഉപ്പ നേരത്തെ പറഞ്ഞു 2 ആളുടെ കല്യാണം ഇങ്ങനെ തന്നെ, താത്തമാരുടെ കല്യാണം അല്ലേ? ഇങ്ങനെ തന്നെയായിരുന്നു. ആഷിക്ക് തീരുമാനിച്ചിരുന്നു ഇങ്ങനെ തന്നെ മതി തീരുമാനിച്ചു. കാരണം ഈ ഒരു സംഭവം വേറെ ആരും എടുത്തില്ല. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോഴും കമൻസ് വന്നത് ഉപ്പ നേരിട്ട് വന്ന് വിളിച്ചതുപോലെ തോന്നിയെന്നാണ് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഇമോഷണൽ ആയിട്ടുള്ള കമൻസ് വരെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫാദേഴ്സ് മരണപ്പെട്ട് കഴിഞ്ഞ ശേഷമുള്ള കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ഉള്ളത്. പിന്നെ കുറേ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പം സന്തോഷമാണ്. ഇപ്പൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഒരു ലെറ്റർ എഴുതി കുറച്ച് ആൾക്കാരെ കയ്യിലെത്തുമ്പം ആൾക്കാർ വായിക്കണമല്ലോ. ഈ ഒരു കഴിയത്ത് വളരെയധികം എനിക്കും ഭയങ്കര ഒരു പ്രൗഡാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും കല്യാണം 4-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയതാ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഞാൻ പിന്നെ ജയ്സൺ ഏൽപ്പിച്ചിട്ടുണ്ട്, ലെറ്ററൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാ ഞങ്ങൾ നേരെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കല്യാണത്തിൽ പങ്കെടുക്കുക. അപ്പം ഞാനും എൻ്റെ കൂടെയുള്ള വിപിൻ വെൺപകലാണ്. ഞങ്ങൾ 2 പേരും എന്തായാലും ഉണ്ടാവും. മീഡിയ 1 ടീമിന്റെ മൊത്തം ആശംസ അറിയിക്കുകയാണ്.